CAG റിപ്പോർട്ട് നിയമസഭയിലെത്തിയിരിക്കുകയാണ്. പൊതുജനാരോഗ്യ മേഖലയിൽ ഗുണനിലവാരം കുറവാണ് എന്ന CAG റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും എണ്ണം കുറവാണ്. 4 മെഡിക്കൽ കോളേജുകളിൽ അക്കാദമിക് പ്രവർത്തനം ആരംഭിക്കുന്നതിൽ അസാധാരണ കാലതാമസമാണ് എന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ റവന്യൂ മൂലധന ചെലവുകൾ അംഗീകരിച്ചതിലും അധികമാണ് അത് ക്രമപ്പെടുത്തുന്നത് എന്നും CAG റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. VS അനുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത്. അനു, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണുള്ളത്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളമുള്ള CAGയുടെ റിപ്പോർട്ട്, അതിൽ ഗുരുതരമായ പരാമർശങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ലാൽകൃഷ്ണ, സംസ്ഥാനത്ത് പൊതുജനാരോഗ്യ മേഖലയിൽ ഗുണനിലവാരം കുറവാണ് എന്നുള്ള ഗുരുതരമായ കണ്ടെത്തലാണ് CAG റിപ്പോർട്ടിൽ ഉള്ളത്. 2024 റിപ്പോർട്ടായി CAG വെച്ച റിപ്പോർട്ട് പക്ഷെ പരിശോധിച്ചത് 2016 മുതൽ 22 വരെയുള്ള കാലഘട്ടമാണ്. അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്തെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളാണ് CAG റിപ്പോർട്ട് ഇപ്പോൾ അതിന്റെ റിപ്പോർട്ടായി പുറത്തു വരികയും ചെയ്യുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം പൊതുജനാരോഗ്യ മേഖലയിൽ ഡോക്ടർമാരുടെയും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും കുറവ് ഗണ്യമായിട്ടുണ്ട്. മാത്രമല്ല, ഇതാണ് ആരോഗ്യ ഗുണനിലവാരത്തെ, ചികിത്സാ ഗുണനിലവാരത്തെ ദോഷകരമായി ബാധിക്കുന്നത്. രോഗികൾക്ക് അസൗകര്യം ഉണ്ടാക്കുന്നു. ഏറ്റവും കുറഞ്ഞ ആവശ്യ സേവനങ്ങൾ പോലും പല ആശുപത്രികളിൽ ലഭിക്കുന്നില്ല എന്നടക്കമുള്ള ഗുരുതരമായ വീഴ്ചകൾ, ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ ഈ CAG റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. മാത്രമല്ല, മരുന്നുകൾ ആവശ്യത്തിന് എത്തിക്കുന്നതിൽ KMSSന്റെ CLന് വീഴ്ച ഉണ്ടാകുന്നതായും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഈ പൊതുജനാരോഗ്യ മേഖല 2016-2022 കാലഘട്ടത്തെ റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ CAG റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചിട്ടുള്ളത്. ഇത് കൂടാതെ 2023-2024 വർഷത്തെ CAGയുടെ വാർഷിക ധനകാര്യ പരിശോധന റിപ്പോർട്ടും വെച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് റവന്യൂ ചെലവ് കൂടിയിട്ടുണ്ട്. 0.48% റവന്യൂ ചെലവ് സംസ്ഥാനത്ത് കൂടിയിട്ടുള്ളത്. അതേസമയം മൂലധന ചെലവ് 2.94% കുറഞ്ഞു എന്നും GST വരുമാനം 3.56% കൂടിയെന്നും CAG റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. ലാൽകൃഷ്ണ, വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. CAG റിപ്പോർട്ടിന്മേലുള്ള കാര്യങ്ങളായിരുന്നു അനു വിശദീകരിച്ചത്.